ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സിന്ധു ഭൈരവി സീരിയൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നലത്തെ വീഡിയോ ആരും കണ്ടിട്ടില്ല. മൗനരാഗത്തിന് ശേഷം പുതിയ സീരിയലായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെയും പറയേണ്ടത് ചെമ്പനീർ പൂവൊക്കെയാണ്. അതൊക്കെ അങ്ങ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സീരിയലാണ് സിന്ധു ഭൈരവി. രണ്ട് ഏട്ടത്തി അനിയത്തിമാരുടെ നല്ല സംഭാഷണവും നല്ല സീരിയലുമാണ്. എല്ലാവരും കയറി കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഏട്ടൻ്റെയും അനിയൻ്റെയും മക്കളുടെ കഥയാണ്. നല്ല അടിപൊളി കഥയാണ്. അങ്ങോട്ടും നല്ല ബിറ്റായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിന്ധുവിന് അച്ഛൻ നല്ല കല്യാണാലോചനയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോരുത്തരുടെയും ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ അമ്മയെ വിളിക്കുകയാണ്. ഏയ് ശാരദേ ശാരദേ എന്ന് വിളിക്കുകയാണ്. ദാ വരുന്ന ഏട്ടാ. അച്ഛൻ ചോദിക്കുകയാണ്, ശാരദേ, സിന്ധു എവിടെ? അവൾ പിന്നാമ്പുറത്ത് തൊഴുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അവളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ. ശരി ഏട്ടാ. സിന്ധു, നിന്നെ അച്ഛൻ വിളിക്കുന്നു മോളെ. ദാ വരുന്നമ്മേ. സിന്ധു തൊഴുത്തൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അച്ഛനടുക്ക് പോവുകയാണ്. എന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ വിളിച്ചായിരുന്നു? വിളിച്ചായിരുന്നു മോളെ. ഇവിടെ വന്നിരിക്കെ. എന്താ അച്ഛ കാര്യം? പറയാം മോളെ, നീ ഇവിടെ ഇരിക്ക്. ശാരദേ, എന്താ? നീ ഒന്നിങ്ങ് വന്നേ. ഇതാ ഏട്ടാ, ഞാൻ വന്നു. സിന്ധു, എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ കല്യാണം നടന്നു കാണണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ബാലുവിൻ്റെ കടയിൽ വെച്ചു ഞാൻ രാഘവൻ ദല്ലാളിനെ കണ്ടു. നല്ല 1-2 ആലോചനകൾ വന്നിട്ടുണ്ട്. അവൻ തന്ന ഫോട്ടോസാണിത്. നീ ഒന്ന് നോക്ക്. ഇതെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ആരെയാണ് നിനക്കിഷ്ടം എന്ന് നീ നോക്കിയിട്ട് പറ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നോക്കിയിട്ട് പറയാം. എന്തിനാ അച്ഛാ ഇപ്പോൾ? സിന്ധുവിന് കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. സിന്ധുവിൻ്റെ മനസ്സ് നിറയെ ഹരിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ അച്ഛാ ഇതൊക്കെ? അപ്പോൾ അമ്മ പറയാണ്, അത് കൊള്ളാം. അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ യാതൊരു കാര്യവുമില്ല. കല്യാണപ്രായമെത്തിയ മക്കളെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല മോളെ. നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയാൽ പ്രായമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ലതൊന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നല്ലത് വരുമ്പോൾ തട്ടിക്കളയണ്ട. അതെ, അച്ഛനും പറയാണ്. ശരിയാ. നിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചാണ് നിന്റെ അച്ഛനും അമ്മയും ഓരോന്നും പറയുന്നത്. ഇതിൽ നല്ല പയ്യന്മാരുടെ ഫോട്ടോ ഉണ്ട്. നീ നോക്കിക്കേ. ദാ പിടിക്ക്. അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഫോട്ടോസൊന്നും വാങ്ങിക്കുന്നില്ല. ദാ പിടിക്കും മോളെ. അമ്മയും പറയാണ്, സിന്ധു, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? അമ്മ പറയാണ്, അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അത് വാങ്ങിച്ചു നോക്ക് നീ. എന്താ നിനക്കൊരു മടി? ധൈര്യമായിട്ട് വാങ്ങിച്ചു നോക്കുമോളെ. ഓടി വന്ന് ഭൈരവി പിടിച്ചു വാങ്ങിയിട്ട് പറയാണ്, ഇങ്ങ് തന്നെ. അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ്, സിന്ധുവിൻ്റെ ആളെ ഞാനാ സെലക്ട് ചെയ്യുന്നത്. കല്യാണം കഴിക്കേണ്ടത് അവളല്ലേ? ഫോട്ടോ അവൾക്ക് കൊടുത്തേ. അതൊന്നും ഞാൻ കൊടുക്കില്ല. ആദ്യം ഞാൻ നോക്കട്ടെ. അപ്പോൾ ശാരദ പറയാണ്, നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുവേ. അമ്മേ തരാനാ പറഞ്ഞത്. ഇന്നാ. എന്നിട്ട് അമ്മ വാങ്ങിച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ദാ നീ നോക്കിക്കേ. അത് വാങ്ങിക്കുന്നില്ല. ആ സമയത്ത് ഹരിയെക്കുറിച്ച് അവൾ കാണുകയാണ്. എന്നിട്ട് അച്ഛൻ പറയാണ്, വാങ്ങിക്കും മോളെ. എല്ലാ ഫോട്ടോയും നോക്ക്. അതിൽ ആരെയാണ് നിനക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്കവരെ പറഞ്ഞുറപ്പിക്കാം. സിന്ധു ആ കവറിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് ചിരിക്കുകയാണ്. നന്നായിട്ട് അവൾ ചിരിക്കുകയാണ് ആ ഫോട്ടോ നോക്കിയിട്ട്. ഭൈരവി പറയാണ്, എന്തിനാ ചിരിക്കുന്നത്? നോക്കട്ടെ അത് എന്ന് പറഞ്ഞ് അവൾ ആ ഫോട്ടോ വാങ്ങിച്ച് നോക്കിയിട്ട് അവളും ചിരിക്കുകയാണ്. എന്തോ നടി ആ ഫോട്ടോ നോക്കിയിട്ട് രണ്ടുപേരും കൂടി കിക്കി എന്ന് പറയുന്നത്. എന്തോന്ന് അതിലുള്ളത്? ഇങ്ങ് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. അമ്മ ഫോട്ടോ പിടിച്ച് വാങ്ങിച്ചിട്ട് അമ്മ നോക്കിയിട്ട് അമ്മയും ചിരിക്കുകയാണ്. ഇരാ മൂന്നാളും കൂടി ഇങ്ങനെ ചിരിക്കുന്നേ? എന്തോന്നാ ഏട്ടാ ഇത്? ഒന്നാ ഫോട്ടോ ഇങ്ങ് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. ഇതാ ഏട്ടൻ നോക്ക്. ഏട്ടനും നോക്കിയിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഭൈരവി ചോദിക്കുകയാണ്, ഇപ്പം എന്ത് പറയുന്നു അച്ഛാ? പയ്യൻ്റെ ഫോട്ടോയ്ക്ക് പകരം പയ്യൻ്റെ അപ്പൂപ്പൻ്റെ ഫോട്ടോ ആണ് തന്നച്ചിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് പറയാണ്, ഫോട്ടോ മാറിപ്പോയതായിരിക്കും മോളെ. ഓഹോ, നീ അതിനകത്തുള്ള മറ്റു ഫോട്ടോസൊക്കെ നോക്കിയേ. പറയാണ്, നോക്ക്. സിന്ധു ബാക്കിയുള്ള ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അടുത്ത ഫോട്ടോയിൽ നോക്കി സിന്ധു ഞെട്ടിപ്പോവാണ്. എൻ്റെ ഈശ്വരാ, ഇയാളെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നല്ലോ. പണ്ടത്തെ പടത്തിലൊക്കെ ഉള്ളതുപോലെ ഭയങ്കര വില്ലനാണെന്ന് തോന്നുന്നല്ലോ. ഭൈരവി വാങ്ങിച്ചു നോക്കിയിട്ട് അവളും മുഖത്ത് കഴിവെക്കാണ്. അപ്പോൾ അമ്മ പറയാണ്, മോളെ അതിങ്ങ് തന്നെ. പറയാണ്, അയ്യോ എൻ്റെ ഭഗവാനെ, എന്താ ഏട്ടാ ഇത്? ഏട്ടാ മോളെ, നിനക്ക് എങ്ങനെയുള്ള ആളെയാണ് വേണ്ടതെന്ന് വച്ചാൽ പറ. അങ്ങനെയുള്ള ആളെ തന്നെ അച്ഛൻ തേടി പിടിച്ചു കൊണ്ടുത്തരാം. ആ സമയത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ചിന്തിക്കുന്നത് ഹരിയുടെ ചിത്രമാണ്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് രാജകുമാരനെ പോലെ ഗംഭീരമുള്ള ആളായിരിക്കണം.
എന്നെ ഒരു മഹാറാണിയെ പോലെ നോക്കണം. ലോകത്തിൽ എന്നെ മാത്രം സ്നേഹിക്കുന്നയാളാവണം. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നയാളായിരിക്കണം. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? നല്ലോണം പഠിച്ചയാളായിരിക്കണം. ഗുഷു എന്ന് ഇംഗ്ലീഷിൽ തകർക്കുന്നയാളായിരിക്കണം. അത് കേട്ട് അമ്മ പറയാണ്, ഏയ് എന്ന് പറഞ്ഞവൾ വീണ്ടും പറയാൻ ഒരുങ്ങുമ്പോൾ അമ്മ പറയാണ്, 4ാം ക്ലാസ് പോലും ജയിക്കാത്ത നിനക്ക് ഇംഗ്ലീഷ് തകർക്കണം എന്ന് പറയുന്ന ചെറുക്കനെ എവിടുന്ന് കിട്ടാനാ? എവിടെ തന്നെ ആയാടി നീ പറയുന്നേ? കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഭൈരവി പറയാണ്, എന്തുകൊണ്ട്? സിന്ധുവിന് ആഗ്രഹിക്കാൻ പാടില്ലെന്നുണ്ടോ? അതല്ല മോളെ, ഇത് പഠിക്കാത്തത് കൊണ്ട് സിന്ധുവിനെ കെട്ടാൻ പോകുന്നയാൾ പഠിക്കാത്തയാളാവണം എന്നുണ്ടോ? പഠിപ്പില്ലെങ്കിലും ഇവൾ ബുദ്ധി രാക്ഷസിയ. അമ്മ നോക്കിക്കോ, സിന്ധു ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരുപാട് പഠിച്ചിട്ടുള്ള, നാട്ടിലും വീട്ടിലുമൊക്കെ വിലയൊക്കെയുള്ള നല്ല ഒരാളെ തന്നെ കിട്ടും, നോക്കിക്കോ. കേട്ട് സിന്ധു ചിരിക്കുകയാണ്. അപ്പം അമ്മ പറയാണ്, സിന്ധു, നീ ഇവള് പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ ഇന്നല്ല ഒരു 20 കൊല്ലം കഴിഞ്ഞാലും നിനക്ക് ഈ കല്യാണം നടക്കുമെന്ന് തോന്നില്ല. വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഇനി അത് കിട്ടാതാവുമ്പോൾ വിഷമാവും മോളെ. നമുക്ക് വിധിച്ചതും സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. എല്ലാം മോളെ ഏറ്റവും നല്ല സന്തോഷമുള്ളത്. അമ്മ ഒത്തിരി പഴയ ചിന്താഗതിക്കാരിയാണ്. അച്ഛാ, ഒരു കാര്യം പറയാം. അടുത്ത ബഡ്ജറ്റിലുള്ള ഫോട്ടോസ് വരുമ്പോൾ സിന്ധുവിനെ കുറിച്ച് നല്ല ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കുക. ആഗ്രഹിക്കുന്നത് പോലെ നല്ല പഠിപ്പും വിവരമുള്ള ആൾക്കാരെ കൊണ്ടുവരണം. ശരി മോളെ. ആയിക്കോട്ടെ, നീ പറയുന്നത് പോലത്തുള്ള ആൾക്കാർ വരുമായിരിക്കും. പക്ഷേ അവർക്കും ഇവളെ കെട്ടാൻ താല്പര്യം വേണ്ടേ? അമ്മ ഒന്നും മിണ്ടാതിരി, എല്ലാം നടക്കും. അച്ഛനെന്ത് പറയുന്നു? ശരി മോളെ, ഇതെല്ലാളോടും ഞാൻ സിന്ധു പ്രതീക്ഷിക്കുന്ന പോലത്തെ ആളെ തന്നെ കൊണ്ടുവരാൻ പറയാം. അതുപോരെ? ഭൈരവി പറയാണ്. അത് കേട്ട് അമ്മ പറയാണ്, എന്താ ഏട്ടാ ഇത്? അവൾ പക്വതയില്ലാതെ ഓരോന്നും പറയുന്നു എന്ന് കരുതി അവളുടെ താളത്തിനൊത്ത് തുള്ളുകയാണോ? പോടി, നമുക്ക് നോക്കാം. ഇതെന്തോന്നാ, ഇങ്ങനെ പോയാൽ ഇവൾക്ക് ഈ ജന്മം കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്. എന്താ അമ്മേ ഇത്? നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നീ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഉറപ്പായിട്ടും നല്ലൊരാൾ തന്നെ നിന്നെ തേടി വരും. ശരിയാ ഭൈരവി, നീ പറഞ്ഞതുപോലെ തന്നെ അധികം കാത്തു നിൽക്കാതെ ഹരി എന്നെ തേടി നമ്മുടെ വീട്ടിലേക്ക് വരും. ഒരു സംശയവുമില്ല. കാർത്തികേയൻ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ പോലീസ് പറയാണ്, വാ കാർത്തികേയ, 10 മണിക്ക് മുമ്പേ വന്ന് ഒപ്പിടണമെന്ന് നിനക്കറിയില്ലായിരുന്നോ? എന്താ താമസിച്ച്? മുകളിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് നിനക്കറിയില്ലേ? ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനിങ്ങനെ പേടിക്കുന്നത്? വ്യാജമദ്യം ഉണ്ടാക്കിയവനെ പിടിച്ച് കെട്ടിയിട്ട് അവനെ ചോദ്യം ചെയ്തത് തെറ്റാണോ? നല്ലത് ചെയ്തപ്പോൾ കേസ് എൻ്റെ നേർക്ക് തിരിച്ചല്ലോ. തല്ലിയതൊരു സാധാരണ വ്യക്തിയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. MLAയുടെ അനിയനാ. അങ്ങനെയുള്ളപ്പോൾ കേസ് വരാതിരിക്കൂടാ. അതൊക്കെ പോട്ടെ, പോയി ഒപ്പിട്. ശരി ഏട്ടാ. ഇതാ ഇവിടെ ഒപ്പിട് തന്നേട്ടാ. കാർത്തികേയ, നിന്റെ കല്യാണം ഉറപ്പിച്ചൊന്ന് കേട്ടു, നേരാണോ? അതെ ഏട്ടാ, ഈ വരുന്ന ഞായറാഴ്ചയാ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച കല്യാണം. കത്ത് ഞാൻ കൊണ്ടുത്തരാം. എല്ലാവരും ഉറപ്പായിട്ട് വന്നേക്കണം. നിന്റെ കല്യാണത്തിന് വരാതിരിക്കുമോ കാർത്തികേയ? ഉറപ്പായിട്ടും വരും. പ്രത്യേകം വേണം, പിന്നല്ലാണ്ട് പ്രത്യേകം പറയണോ? ഉറപ്പല്ലേ അത്? കാർത്തികേയൻ സെല്ലിൽ നോക്കുന്ന സമയത്ത് ഒരു പരിചയമുള്ള ആളെ കാണുന്നു. ആരാത്? മഹേന്ദ്രനല്ലേ? മഹേന്ദ്ര, നീ എന്താണ് ഇതിനകത്ത്? ചേട്ടാ, ഞാനൊരു താറാവിനെ പിടിച്ചു കൊണ്ടുവന്ന് അതിനെ ഇട്ടതാ. നിനക്ക് ക്യാഷ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? നീ അതിനെ കൊണ്ടുവന്ന് വിറ്റിട്ട് കാശുണ്ടാക്കണോ? നീ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? ചേട്ടാ, ആ താറാവിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തോളാം. ഇവനെ ഒന്ന് കൊടുക്കുവോ? ഭാര്യയും മക്കളൊക്കെ ഉള്ളതാ. ചേട്ടാ, പാവയല്ലേ? തെറ്റ് ചെയ്തവരോടെല്ലാം നീ ഇങ്ങനെയാണെങ്കിൽ നാട് എപ്പോഴേ നന്നാകുമായിരുന്നു. കാർത്തികേയനോട് പോലീസ് പറയാണ്, നീ ഉള്ളത് കൊണ്ടാ ഇവിടെ തെറ്റ് ചെയ്തവർ പോലും നല്ല രീതിയിൽ പോകുന്നത്. പോട്ടെ, വിട്ടുകള ചേട്ടാ. എടാ രാജ, ആ ഓട്ടോയുടെ ഉടമസ്ഥനെ ഇങ്ങോട്ട് വിളിച്ചേ. നമസ്കാരം സാർ. ഇയാളാണോ? കാർത്തികേയ, ഇയാളുടെ ഓട്ടോയില മഹേന്ദ്രൻ തൊണ്ടി മുതൽ കൊണ്ടുപോയത്. നിന്റെ താറാവിൻ്റെ വില കാർത്തികേയൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി സാർ, താൻ ആ കേസ് അങ്ങ് പിൻവലിച്ചേക്ക്. ഇതാ ഇവൻ കാശ് തരൂ. സാർ, അത് ഞാൻ പിൻവലിച്ചേക്കാം. ഇതാ ഇതിലൊരു ഒപ്പിട്ടെ. അവനെ വിളിച്ചുകൊണ്ട് വന്നേ. ചെല്ലു സാർ, അവനെ വിളിച്ച് വിട്ടേക്ക്. ഇങ്ങോട്ട് വന്നേ. ദാ ഇതിലൊരു ഒപ്പിട്ടേക്ക്. ചേട്ടന് തരാനുള്ളത് ഞാൻ ഞങ്ങളുടെ കാര്യസ്ഥനടുത്തേക്ക് കൊടുത്തേക്കാം. ശരി, ആയിക്കോട്ടെ ചേട്ടാ, എന്നാൽ ഞാൻ പോയിക്കോട്ടെ. ശരി, നീ ഇങ്ങോട്ട് വന്നേ. ഇനി ക്യാഷ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചേക്ക്. നീ ഇങ്ങനെയുള്ള തോന്നിയാസൊന്നും കാണിച്ചേക്കരുത്. ചേട്ടാ, സത്യമായിട്ട് ഇനി ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കില്ല. ശരി, വാ പോട്ടെ ചേട്ടാ. ശരി, എന്നാ നീ പോയിക്കോ. നന്ദിയുണ്ട് ചേട്ടാ. അപ്പോഴാണ് അവിടെ ഒരു വണ്ടി വന്ന് നിർത്തിയത്. ആ വണ്ടിയിൽ ഒരു പരിചയമുള്ള മുഖം
കാർത്തികേയൻ കാണുകയാണ്. അവൻ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ കാർത്തികേയൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാർത്തികേയൻ്റെ മുഖം ആകെ ഒരു വല്ലാത്ത രീതിയിലായിരിക്കുകയാണ് അവനെ കണ്ടിട്ട്. അവനും അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കാർത്തികേയൻ ശ്രദ്ധിക്കുകയാണ് അവൻ്റെ ആ ഇടത് കൈ മുറിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായ കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് അവർ ഓർക്കുകയാണ്. കാർത്തികേയൻ്റെ സഹോദരിമാരൊക്കെ ആ ക്ഷേത്രത്തിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ അവിടെ അവർ ആ ക്ഷേത്രത്തിൽ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, ആ കുട്ടികൾ കളിക്കുന്നത് കാണാൻ എന്ത് രസമല്ലേ ഗായത്രി പറയാം. സമയം അവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ഗായത്രിയെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് ഗായത്രിയോട് പറയാണ്, ഗായത്രി എവിടെ നിന്നേ? ചേട്ടൻ നിനക്കൊരു വരത്തനെ കണ്ടെത്തിയെന്ന് കേട്ടല്ലോ. ഞങ്ങളെയൊന്നും കണ്ടിട്ട് നിനക്കൊരു ആണായിട്ട് തോന്നുന്നില്ലേ? എനിക്കെന്ത് കുറവുണ്ടായിട്ടാടി? എന്നെ കിട്ടിയാൽ ശരിയാവില്ലേ? ഗായത്രിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, വാടി. അപ്പം തന്നെ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് മറ്റേ കൈ കൊണ്ട് അവൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു കൊടുത്തു. കൊണ്ട് അവിടെ നിന്ന എല്ലാ ആൾക്കാരും അത് തന്നെ നോക്കുകയാണ്. അവ പൊങ്ങാത്ത കഴുതേ, നീ എനിക്കിട്ട് താങ്ങുന്നോ? ഗായത്രിയോട് പറയാണ്, നിന്റെ അഹങ്കാരം ഞാൻ ഇപ്പം തീർത്തു തരാം. ഇവിടെ വാടി. ഗായത്രി ഇവിടെ വരാൻ. അയ്യോ എന്തായി കാണിക്കുന്നേ? ഈ ആൾക്കാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയാൽ നീ പഠിക്കൂ. ഞാൻ കാണിച്ചു തരാടി. ഇന്നത്തോടെ നിന്റെ സകല അഹങ്കാരവും ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞ് അവൻ അവളെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. അവിടെ കൂടിയുണ്ടായിരുന്നവരൊക്കെ പറയാണ്, അവളുടെ ഏട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞേക്ക്. എടീ, നീ ഈ കൈകൊണ്ടെൻ്റെ കർണത്തടിക്കാനായോ? ഇനി നീ ഈ കൈകൊണ്ടെൻ്റെ കർണത്ത് എവിടെയും അടിക്കില്ലടി എന്ന് പറഞ്ഞ് 2 കൈയും പിടിച്ച് മൽപ്പിടുത്തം നടത്തുകയാണ് അവൻ. അത്രയ്ക്കായോടെ നീ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ കർണത്തടിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ പറയാണ്, അയ്യോ ഇതെന്ത് തോന്നിയാസാ? ആരാണ് നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അപ്പോഴേക്കും അവിടെ വേറൊരുത്തം വന്നിട്ട് പറയാണ്, അയ്യോ ഇതെന്തായി കാണിക്കുന്നേ? അപ്പോഴേക്കും വേറൊരാൾ പോയി അവളുടെ ചേട്ടനടുത്ത് പോയി പറയാണ്, ചേട്ടാ അവിടെ ആ ശങ്കർ പെങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുന്നേട്ടാ. ശരി നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ചേട്ടൻ ഓടുകയാണ്. കാർത്തികേയൻ ഓടി വന്ന് അവനെ ചവിട്ടി താഴെ ഇടുകയാണ്. എടാ എൻ്റെ കുഞ്ഞു പെങ്ങളെ തൊട്ട് കളിക്കുകയാണോടാ? കാർത്തികേയൻ പിന്നെ കൈ വെറുതെ വെച്ചില്ല, താലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കായോടാ നീ എൻ്റെ പെങ്ങളെ തൊട്ട് കളിക്കാൻ? നീ ആ കൈ പൊങ്ങിയാലടാ നീ ആരെയെങ്കിലുമൊക്കെ തൊടൂ. അവൻ അവിടെ കിടക്കുന്ന ആ വാളെടുത്ത് അവൻ്റെ കൈ വെട്ടി. അപ്പോൾ അത്രയും ചിന്തിച്ചുകൊണ്ട് അവൻ പറയാണ്, അന്ന് നീ നിൻ്റെ കുഞ്ഞു പെങ്ങളെ തൊട്ടതിനല്ലേ എൻ്റെ കൈ വെട്ടിയത്. പക്ഷേ ഇന്ന് വരെ നിൻ്റെ പെങ്ങളെ കെട്ടാൻ ആരും വന്നില്ലല്ലോ. ഇനിയും ആരും വരാൻ പോകുന്നില്ല. ഇനി ആ പെങ്ങളുടെ കഴുത്തിൽ ആരാ താലി കെട്ടുന്നത് എന്നെനിക്ക് കാണണം. അവൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ ആയിരിക്കും. എടാ വീണ്ടും നീ എൻ്റെ പെങ്ങളെ തൊട്ട് കളിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, എൻ്റെ ഒരു കൈയെടുത്ത എനിക്ക് നിൻ്റെ ആ കഴുത്തുകൂടി എടുക്കാൻ അധിക സമയം വേണ്ടി വരില്ല. നിൻ്റെ പെങ്ങൾ എന്നും ഇങ്ങനെ പുരന്നറിഞ്ഞ് നിൽക്കൂടാ. ഈ ജന്മം അവളുടെ കല്യാണം കഴിയില്ല. അവിടെ അപ്പോഴേക്കും പോലീസ് എത്തി. എന്നിട്ട് പറയാണ്, എടാ ശങ്കര നീ നാവടക്കി വെക്കില്ല അല്ലേ? ആ കാർത്തികേയ നീ നിൻ്റെ വീട്ടിലേക്ക് പോ. സാറേ ഇവനോട് പറഞ്ഞേക്ക്, ഇവൻ്റെ ഈ പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ഇവൻ്റെ തലയും എടുത്തിട്ട് ഞാൻ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന്. ഓ നീ വീട് കാർത്തികേയ, ഞാൻ നോക്കിക്കോളാം. കാർത്തികേയൻ പോയി വണ്ടിയിൽ കയറി. അതിനുശേഷം അവനോട് പറയാണ് പോലീസ്, നീ പോയേ. എന്താടാ ഇത്, എന്ത് പറ്റി? അതിശയായിരിക്കുന്നല്ലോ അമ്പലത്തിലേക്കൊക്കെ വരാൻ. ആ നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ടാ, അന്നൊന്നും വരാത്തവൻ ഇന്നിങ്ങോട്ട് വരാൻ എന്താ കാരണം? ഒന്നുമില്ല അമ്മേ, അമ്മ വാ. എടാ ആ ഒന്നുമില്ല എന്ന് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഒക്കെയോ ഉണ്ടെന്നുള്ളൊരു ധ്വനി അതിൽ തന്നെയുണ്ട്, പറയടാ. അറിയാം അമ്മേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. എത്തിയപ്പോൾ തിരുമേനി പറയാണ്, ആ വരണം വരൂ. കാരം വരൂ ഡോക്ടറെ. ഹരിയുടെ അമ്മയോട് പൂജാരി ചോദിക്കുകയാണ്, ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാത്തവരൊക്കെ എന്താ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം? പിന്നെ എന്തൊക്കെ മഹാലക്ഷ്മി, നന്നായിരിക്കുന്നു. മക്കളുടെ പേരിൽ ഒരു അർച്ചന നടത്തണം. അതിനെന്താ, നമുക്ക് ചെയ്യാലോ. ഇതാ ഹരീന്ദ്രൻ പുണർദ നക്ഷത്രം, ഐശ്വര്യ തിരുവോണ നക്ഷത്രം. പൂജാരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി പൂജ നടത്താൻ. അവളും അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഹരിയെ കാണാഞ്ഞിട്ട് ഫോൺ ചെയ്യാണ്. അപ്പോഴേക്കും പൂജ കഴിഞ്ഞ് പൂജൻ്റെ കാര്യങ്ങളൊക്കെ പൂജാരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്താണ്ടിട്ട് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തപ്പോൾ തന്നെ പറയാണ്, ആ പറയൂ സ്നേഹേ. അത് കണ്ട് അമ്മ അവനെ നോക്കുകയാണ്. അമ്പലത്തിലെത്തി. ഹരി ഇപ്പോൾ എവിടെയാ? നീ എത്തിയോ? ഞാനും അമ്മയും ഇതാ സന്നിധിയിലാ. ഇപ്പോൾ വരാം, അവിടെ തന്നേക്ക്. ഓക്കെ. അമ്മ അവനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. വാ അമ്മേ. നീ എന്നെ എന്തിനാ അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നേ? എപ്പോഴെങ്കിലും പറ. വാ അമ്മേ. ദൂരത്ത് നിന്നേ അവളെ കാണുന്നുണ്ട്. ഹായ്. ഏടാ അത്? അതാ അമ്മേ സ്നേഹ. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അത് കേട്ട് അമ്മ പറയാണ്, ഓ അമ്മേ ഇതാണ് സ്നേഹ ഇതാണ് അമ്മ. കൈ നീട്ടിയിട്ട് ഹലോ ആൻറ്റി എന്ന് പറയാണ്. അമ്മ കൈ കൊടുക്കാതെ ഞെട്ടാണ്. ആരാ ഇവൾ എന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല.
അവൻ പറയാണ്, ഏയ് കൈ വേണ്ട, ബ്ലസ് ചെയ്യണം ആൻറ്റി. ആ നന്നായിരിക്കട്ടെ. അവളെ തന്നെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അവൾ ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കുക. അമ്മേ, കുറേ നാളായിട്ട് സ്നേഹ അമ്മയെ കാണണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. കാര്യം എന്താ? രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, പറയടാ എന്താ കാര്യം? ആൻറ്റി ഞാൻ പറയാം. ഹരിയും ഞാനും ഇഷ്ടത്തിലാണ് ആൻറ്റി. ഹരിയെ കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നേരിട്ട് കണ്ട് ആൻറ്റിയോട് സംസാരിക്കണമെന്ന് ഹരിയോട് അതാ ഞാൻ പറഞ്ഞത്. ആൻറ്റിക്ക് എന്തെങ്കിലും? അമ്മയുടെ ദേഷ്യത്തിലുള്ള മുഖം കണ്ടിട്ട് ഹരിയും പറയാണ്, അതെ അമ്മേ, 1 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്. ആൻറ്റി, എൻ്റെ വീട്ടിൽ കല്യാണത്തിന് സമ്മതം പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അച്ഛൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. നേരിട്ട് വീട്ടിൽ വന്ന് കാണാൻ ഞാൻ അച്ഛനോട് പറയാം. ഞാൻ വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് പറയാം. അത് മതി ആൻറ്റി. ആൻറ്റി ഒന്ന് അറിയിച്ചാൽ മതി. അതിനുശേഷം ഞാൻ അച്ഛനോട് പറയാം. ആൻറ്റി, ആൻറ്റിയെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പോയിക്കോട്ടെ. ബായ് ഹരി. അത് പറഞ്ഞ് അവൾ പോയി. ബായ്. അവൾ പോയ വഴിക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അത് കണ്ട് അമ്മയും ഹരിയും അവളെ തന്നെ നോക്കി നിൽക്കുക. അമ്മേ, ഞാൻ സ്നേഹയെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഡാ, അവൾ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. വന്ന വഴിയെ അവൾ തിരിച്ചു പോയിക്കോളും. എവിടെ നിൽക്ക്. ആരാടാ അവൾ? ഊരും പേരും ഒന്നും അറിയാത്തൊരുത്തിയെ പെട്ടെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഞാൻ എന്താണെന്ന് പറയണ്ടേ? വഴിയെ പോകുന്നവർക്കൊക്കെ നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോടാ? അമ്മേ, അവൾ ഡോക്ടറാ അമ്മേ. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നേ. അതിന് ഡോക്ടറായ മാത്രം മതിയോ? കുടുംബ മഹിമയും അന്തസ്സും ഒന്നും നോക്കണ്ടേ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാതെ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അവർ വലിയ ഫാമിലിയാ. നമ്മളെക്കാളും വലിയ കുടുംബമാണോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഹരി. നമ്മുടെ കുടുംബത്തേക്കാൾ ഉയർന്ന കുടുംബത്തിൽ ഉള്ളവരാണെങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂ. അമ്മേ, സ്റ്റാറ്റസിനൊന്നും ഒരു കുറവുമില്ല അമ്മേ. അവളുടെ അച്ഛൻ്റെ പേര് ദേവരാജൻ. എസ് ഹോസ്പിറ്റൽ എന്ന് കേട്ടിട്ടില്ലേ അമ്മ? ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണമ്മേ അദ്ദേഹം. നേരാണോടാ നീ പറയുന്നേ? വലിയ ഗ്രൂപ്പാണല്ലോടാ. അതെ അമ്മേ, ഡോക്ടർ ദേവരാജിൻ്റെ ഒറ്റ മോളാണ് ഇവൾ. സ്നേഹ പേര്. ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിച്ച സമയത്ത് ഫ്രണ്ട്സായിട്ടാണ് തുടങ്ങിയത്. പിന്നീടത് പതുക്കെ പതുക്കെ ഇഷ്ടമായിട്ട് മാറിയതാ. ഡോക്ടർ ദേവരാജിൻ്റെ മകളാണോ സ്നേഹ? അവൾക്ക് കോടികളുടെ സ്വത്തുണ്ടാവുമല്ലോടാ. അമ്മേ, പക്ഷേ ഇവള് വളരെ സിമ്പിളാ. അവളുടെ അച്ഛനും അതുപോലെ തന്നെ. നീ പിടിച്ചിരിക്കുന്നത് ഒരു 1.5 പുളിങ്കൊമ്പാണല്ലോടാ. ഈ പോകുന്ന ഏതോ ഒരു ദരിദ്രവാസിയെ കൊണ്ടുവന്ന് നിർത്തിയതാണെന്ന് ഓർത്ത് ഞാൻ പേടിച്ചു പോയടാ. എൻ്റെ മോനാണെന്ന് നീ തെളിയിച്ച്. എന്താ അമ്മേ ഇത്? എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല. അന്തസ്സായിട്ട് ജീവിക്കണം. എൻ്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ വല്യച്ഛൻ്റെ നിഴലിലായിരുന്നു. അതുകൊണ്ട് അങ്ങേർക്കായിട്ട് വല്ലതുമുണ്ടോ? ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ സപ്പോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങാനും അവളെ കല്യാണം കഴിച്ചാൽ പിന്നെ നമ്മളായിരിക്കടാ ഈ നാട്ടിലെ വലിയ ആൾക്കാർ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്ര വലിയ ഡോക്ടറുടെ മോളാണോ അവള്? കല്യാണം കഴിക്കാൻ അവൾ സമ്മതിച്ചോ? കൂടുതൽ എന്താടാ വേണ്ടത്? ഈ കാർത്തികേയൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ, അതിനുശേഷം നിൻ്റെ നോക്കാം. അതിനുശേഷം നിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണം നടത്തണം. ശരിയമ്മേ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സിന്ധു വരുന്നത്. സിന്ധു ദൂരത്ത് നിന്നേ അവരെ കാണുന്നുണ്ട്. എന്നിട്ട് സിന്ധു ചിരിക്കുകയാണ്. അയ്യോ, ഡോക്ടർക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മയോട് സമ്മതം മേടിച്ചല്ലോ. അവൾ സന്തോഷത്തോടെ ചിരിക്കുക. അവളെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് കരുതി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അയ്യോ, എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ലേ. അമ്മയും മകനും സംസാരിച്ചത് അവളെക്കുറിച്ചാണെന്നാണ് അവൾ കരുതിയത്. അവിടെ നിന്ന് ആ താലവുമായിട്ട് ചുറ്റിക്കറങ്ങാണ്. ഈ സന്തോഷമുള്ള കാര്യം ഇപ്പം തന്നെ ആരുടെയെങ്കിലും പറയണമല്ലോ. അയ്യോ, എൻ്റെ ഡോക്ടർ കുട്ടാ. അവൾ അവിടെ നിന്ന് സന്തോഷത്തോടെ ഉമ്മ 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 ഉമ്മ. സിന്ധു വീട്ടിൽ നിന്നും മാറാലി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് മുറ്റത്തൊരു കാറ് വന്ന് നിർത്തി. അപ്പോൾ പെട്ടെന്ന് അമ്മ വന്നിട്ട് പറയാണ്, സിന്ധു, വീട്ടുമുറ്റത്ത് ഒരു കാറ് വന്ന് നിർത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കിയേ. ഞാൻ മാറാലി അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അമ്മയ്ക്കൊന്ന് പോയി നോക്കിയാൽ എന്താ? എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, നീ ഒന്ന് പോയി നോക്കിയേ. സിന്ധു പെട്ടെന്ന് മുറ്റത്ത് വന്ന് നോക്കുകയാണ്. അപ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയത് ഹരിയും അമ്മയും ഒക്കെയാണ്. അവരെ കണ്ടതും അവളുടെ കണ്ണ് ചുളിപ്പോയി. അപ്പോൾ അവൾ കണ്ണൊന്നും കൂടി തിരുമ്മിയിട്ട് നോക്കുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഡോക്ടർ അമ്മയും വിളിച്ചുകൊണ്ട് എന്നെ പെണ്ണ് കാണാൻ വരിക. അയ്യോ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എന്നവൾ വിചാരിച്ചാണെന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.